ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹൊറർ നോവലുകളിൽ ഒന്നാണ് ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള. ഈ കഥ നമ്മൾ പല സിനിമകളിലൂടെയും കണ്ടിട്ടുണ്ടെങ്കിലും നോവലിലെ യഥാർത്ഥ വരികളിലൂടെ ആ ഭയം നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഡ്രാക്കുളയുടെ കോട്ടയിൽ അകപ്പെട്ടു പോയ ജൊനാഥൻ ഹാർക്കറുടെ ഡയറി കുറിപ്പുകളാണ്. കോട്ടയ്ക്കുള്ളിലെ വിചിത്രമായ കാഴ്ചകളും കൗണ്ടിന്റെ ദുരൂഹമായ പെരുമാറ്റവും ഹാർക്കറെ എങ്ങനെയാണ് ഭ്രാന്തിന്റെ വക്കിലെത്തിച്ചതെന്ന് നമുക്ക് നോക്കാം. മെയ് 1-ാം തീയതി രാവിലെ 8 മണി കഴിഞ്ഞ് 35 മിനിറ്റിന് മ്യൂണിക്കിൽ നിന്ന് യാത്ര തിരിച്ചു. പിറ്റേന്ന് രാവിലെ വിയന്നയിൽ എത്തിച്ചേർന്നു. രാവിലെ 7 മണിയാകാൻ 14 മിനിറ്റിന് എത്തേണ്ടിയിരുന്ന ട്രെയിൻ 1 മണിക്കൂർ വൈകിയാണ് എത്തിയത്. ട്രെയിനിലിരുന്നു കൊണ്ട് കണ്ട കാഴ്ചകളിൽ നിന്നും തെരുവുകളിലൂടെ അല്പനേരം നടന്നതിൽ നിന്നും ബുഡാപെസ്റ്റ് അതിമനോഹരമായ ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നി. ട്രെയിൻ വൈകി എത്തിയതുകൊണ്ടും കൃത്യസമയത്ത് തന്നെ അടുത്ത യാത്ര തുടങ്ങേണ്ടതുകൊണ്ടും സ്റ്റേഷനിൽ നിന്നും അധികം ദൂരേക്ക് പോകാൻ ഞാൻ ഭയപ്പെട്ടു. പടിഞ്ഞാറ് വിട്ട് കിഴക്കോട്ട് കടക്കുകയാണെന്ന ഒരു തോന്നൽ എനിക്കുണ്ടായി. ഡാന്യൂബ് നദിക്ക് കുറുകെയുള്ള മനോഹരമായ പാലം കടന്നപ്പോൾ ഞങ്ങൾ തുർക്കി ഭരണത്തിന്റെ പാരമ്പര്യമുള്ള ദേശത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം നല്ല സമയത്ത് തന്നെ അവിടെ നിന്നും പുറപ്പെട്ട് ഇരുട്ട് വീണപ്പോൾ ക്ലൗസൻബർഗിലെത്തി. ഹോട്ടൽ റോയൽ എന്ന സ്ഥലത്താണ് ഞാൻ രാത്രി തങ്ങിയത്. അത്താഴത്തിന് ചുവന്ന മുളക് ചേർത്ത് പാകം ചെയ്ത കോഴിയിറച്ചിയാണ് ഞാൻ കഴിച്ചത്. അത് വളരെ രുചികരമായിരുന്നുവെങ്കിലും വല്ലാത്ത ദാഹം തോന്നിപ്പിക്കുന്നതായിരുന്നു. മിനയ്ക്കായി ഇതിന്റെ പാചകക്കുറിപ്പ് ചോദിച്ചറിയണം. ഞാൻ വെയിറ്ററോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പാപ്രിക്ക ഹെൻഡൽ എന്നാണ് അതിനെ വിളിക്കുന്നതെന്നും ഇതൊരു ദേശീയ വിഭവമായതുകൊണ്ട് കാർപാത്തിയൻ മലനിരകളിൽ എവിടെയും ലഭിക്കുമെന്നും അവൻ പറഞ്ഞു. എന്റെ ജർമ്മൻ ഭാഷാജ്ഞാനം ഇവിടെ വളരെ ഉപകാരപ്പെട്ടു. ഇതില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് എനിക്കറിയില്ല. ലണ്ടനിലായിരുന്നപ്പോൾ എനിക്ക് കുറച്ച് സമയം ലഭിച്ചതുകൊണ്ട് ഞാൻ ബ്രിട്ടീഷ് മ്യൂസിയം സന്ദർശിക്കുകയും ട്രാൻസിൽവാനിയയെക്കുറിച്ചുള്ള പുസ്തകങ്ങളും ഭൂപടങ്ങളും പരിശോധിക്കുകയും ചെയ്തിരുന്നു. ആ ദേശത്തെ ഒരു പ്രഭുവിനെ കാണാൻ പോകുമ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നത് ഉപകരിക്കുമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞ സ്ഥലം രാജ്യത്തിന്റെ ഏറ്റവും കിഴക്കേ അറ്റത്താണെന്ന് ഞാൻ മനസ്സിലാക്കി. ട്രാൻസിൽവാനിയ, മോൾഡാവിയ, ബുക്കോവിന എന്നീ 3 സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ കാർപാത്തിയൻ മലനിരകളുടെ നടുവിലാണത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും വന്യവും അധികം ആരും അറിയപ്പെടാത്തതുമായ ഭാഗങ്ങളിലൊന്നാണിത്. കാസിൽ ഡ്രാക്കുളയുടെ കോട്ട എവിടെയാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയ ഭൂപടങ്ങളൊന്നും എനിക്ക് കണ്ടെത്താനായില്ല. എങ്കിലും കൗണ്ട് ഡ്രാക്കുള സൂചിപ്പിച്ച ബിസ്ട്രിറ്റ്സ് എന്ന സ്ഥലം അത്യാവശ്യം അറിയപ്പെടുന്ന ഒന്നാണ്. ഞാൻ എന്റെ ചില കുറിപ്പുകൾ ഇവിടെ രേഖപ്പെടുത്തുന്നു. മിനയോട് എന്റെ യാത്രകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതെന്റെ ഓർമ്മ പുതുക്കാൻ സഹായിക്കും. ട്രാൻസിൽവാനിയയിലെ ജനസംഖ്യയിൽ പ്രധാനമായും 4 വിഭാഗങ്ങളാണുള്ളത്. തെക്ക് ഭാഗത്ത് സാക്സണുകളും അവരുടെ കൂടെ ഡാസിയൻസിന്റെ പിൻഗാമികളായ വാലാക്കുകളും, പടിഞ്ഞാറ് മഗ്യാറുകളും, കിഴക്കും വടക്കുമായി സെഗേലികളും. ഞാൻ പോകുന്നത് ഇതിൽ സെക്കേലികളുടെ ഇടയിലേക്കാണ്. ആറ്റിലയുടെയും ഹൂണുകളുടെയും പിൻഗാമികളാണ് തങ്ങളെന്നാണ് അവർ അവകാശപ്പെടുന്നത്. 11-ാം നൂറ്റാണ്ടിൽ മഗ്യാറുകൾ രാജ്യം കീഴടക്കിയപ്പോൾ ഹൂണുകൾ അവിടെ താമസമാക്കിയിരുന്നതിനാൽ ഇത് സത്യമാകാനാണ് സാധ്യത. ലോകത്തിലെ എല്ലാ അന്ധവിശ്വാസങ്ങളും കാർപാത്തിയൻ മലനിരകളുടെ ഈ ലാടവളയത്തിനുള്ളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതായി തോന്നും. അങ്ങനെയെങ്കിൽ എന്റെ താമസം വളരെ രസകരമായിരിക്കും. ഓർമ്മക്കുറിപ്പ്: കൗണ്ടിനോട് ഇതിനെക്കുറിച്ചെല്ലാം ചോദിച്ചറിയണം. കിടക്ക സുഖമുള്ളതായിരുന്നിട്ടും എനിക്ക് നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ല. പലതരം വിചിത്രമായ സ്വപ്നങ്ങളാണ് ഞാൻ കണ്ടത്. എന്റെ ജനലിന് താഴെ ഒരു പട്ടി രാത്രി മുഴുവൻ ഓരിയിടുന്നുണ്ടായിരുന്നു. അതായിരിക്കാം ഒരു കാരണം. അല്ലെങ്കിൽ പാപ്രിക്ക കഴിച്ചതുകൊണ്ടാകാം. കുപ്പിയിലെ വെള്ളം മുഴുവൻ കുടിച്ചിട്ടും എനിക്ക് ദാഹം മാറിയിരുന്നില്ല. പുലർച്ചയോടെ ഞാൻ ഉറങ്ങിപ്പോയി. വാതിലിൽ തുടർച്ചയായി മുട്ടുന്നത് കേട്ടാണ് ഞാൻ ഉണർന്നത്. പ്രാതലിനും ഞാൻ പാപ്രിക്കയും ചോളപ്പൊടി കൊണ്ടുണ്ടാക്കിയ മാമാലിക എന്ന് വിളിക്കുന്ന കുറുക്കും ഇറച്ചി നിറച്ച വഴുതനങ്ങയും ഇംപ്ലറ്റാറ്റയാണ് കഴിച്ചത്. ഇതിന്റെയും കൂട്ട് ചോദിച്ചറിയണം. പ്രാതൽ വേഗത്തിൽ കഴിക്കേണ്ടി വന്നു. 8 മണിക്ക് മുൻപേ ട്രെയിൻ പുറപ്പെടേണ്ടതായിരുന്നു. എന്നാൽ രാവിലെ 7 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് സ്റ്റേഷനിലേക്ക് ഓടിയെത്തിയിട്ടും വണ്ടി അനങ്ങാൻ പിന്നെയും 1 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു. കിഴക്കോട്ട് പോകുന്തോറും ട്രെയിനുകൾ സമയനിഷ്ഠ പാലിക്കാത്തത് കൂടുന്നതായി എനിക്ക് തോന്നി. അങ്ങനെയെങ്കിൽ ചൈനയിലൊക്കെ എന്തായിരിക്കും സ്ഥിതി? ദിവസം മുഴുവൻ ഞങ്ങൾ പ്രകൃതി ഭംഗി നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ സാവധാനം നീങ്ങി. പഴയ പുസ്തകങ്ങളിൽ കാണുന്നത് പോലെ കുന്നിൻ മുകളിൽ കൊച്ചു പട്ടണങ്ങളും കോട്ടകളും കണ്ടു. വലിയ വെള്ളപ്പൊക്കമുണ്ടാകാൻ സാധ്യതയുള്ള കല്ലുകൾ നിറഞ്ഞ തീരങ്ങളുള്ള നദികൾക്കും അരുവികൾക്കും അരികിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തു. ഓരോ സ്റ്റേഷനിലും പലതരം വേഷം ധരിച്ച ആളുകൾ കൂട്ടമായി നിൽക്കുന്നുണ്ടായിരുന്നു. ചിലർ ഫ്രാൻസിലും ജർമ്മനിയിലും കണ്ട കർഷകരെ പോലെയായിരുന്നു. എന്നാൽ മറ്റു ചിലർ കാണാൻ വളരെ വ്യത്യസ്തരായിരുന്നു. സ്ത്രീകൾ കാണാൻ സുന്ദരികളായിരുന്നെങ്കിലും അടുത്തു ചെല്ലുമ്പോൾ അത്ര വൃത്തിയുള്ളതായി തോന്നിയില്ല. സ്ലോവാക്കുകളായിരുന്നു കൂട്ടത്തിൽ ഏറ്റവും വിചിത്രമായ വേഷക്കാർ. വലിയ തൊപ്പിയും അയഞ്ഞ മുഷിഞ്ഞ വെള്ള ട്രൗസറും വലിപ്പമേറിയ തുകൽ ബെൽറ്റുകളും ധരിച്ച അവർ അപരിഷ്കൃതരെ പോലെ തോന്നി.
അരയിൽ വലിയ കത്തികളും അവർ കരുതിയിരുന്നു. കാണാൻ പേടിപ്പെടുത്തുന്നവരാണെങ്കിലും അവർ ഉപദ്രവകാരികളല്ല എന്നാണ് ഞാൻ കേട്ടത്. സന്ധ്യ മയങ്ങി ഇരുട്ട് വീണപ്പോഴാണ് ഞങ്ങൾ ബിസ്ട്രിറ്റ്സിലെത്തിയത്. അതൊരു പഴയ സ്ഥലമാണ്. ബുക്കോവിനയിലേക്കുള്ള ബോർഗോ പാസ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. 50 വർഷം മുൻപ് ഇവിടെയുണ്ടായ വലിയ തീപിടുത്തങ്ങൾ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ നടന്ന യുദ്ധത്തിലും പട്ടിണിയിലുമായി 13,000-ഓളം പേർ ഇവിടെ മരിച്ചിട്ടുണ്ട്. ഗോൾഡൻ ക്രോൺ ഹോട്ടലിലേക്ക് പോകാനാണ് കൗണ്ട് ഡ്രാക്കുള നിർദ്ദേശിച്ചിരുന്നത്. അതൊരു പഴയ രീതിയിലുള്ള ഹോട്ടലായിരുന്നത് എനിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ ചെല്ലുമെന്ന് അവർക്ക് നേരത്തെ അറിയാമായിരുന്നു. വാതിലിനടുത്തെത്തിയപ്പോൾ കർഷക വേഷം ധരിച്ച പ്രായമായൊരു സ്ത്രീ എന്നെ സ്വാഗതം ചെയ്തു. ഇംഗ്ലീഷുകാരനായ പ്രഭുവാണോ എന്ന് അവർ ചോദിച്ചു. അതെ, ജോനാഥൻ ഹാർക്കർ, ഞാൻ മറുപടി നൽകി. അവർ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് സന്ദേശം നൽകി. ഉടൻ തന്നെ പ്രായമായ ഒരാൾ ഒരു കത്തുമായി വന്നു. എന്റെ സുഹൃത്തെ, കാർപ്പാത്തിയൻ മലനിരകളിലേക്ക് സ്വാഗതം. ഞാൻ താങ്കളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് നന്നായി ഉറങ്ങുക. നാളെ 3 മണിക്ക് ബുക്കോവിനയിലേക്കുള്ള വണ്ടി പുറപ്പെടും. താങ്കൾക്കായി അതിൽ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബോർഗോ പാസിൽ എന്റെ കുതിരവണ്ടി താങ്കളെ കാത്തുനിൽക്കും. അത് താങ്കളെ എന്റെ അടുത്തേക്ക് എത്തിക്കും. ലണ്ടനിൽ നിന്നുള്ള യാത്ര സുഖകരമായിരുന്നുവെന്നും എന്റെ സുന്ദരമായ നാട്ടിലെ താമസം താങ്കൾ ആസ്വദിക്കുമെന്നും കരുതുന്നു. നിങ്ങളുടെ സുഹൃത്ത് ഡ്രാക്കുള. മെയ് 4 എനിക്ക് വണ്ടിയിൽ ഏറ്റവും നല്ല സീറ്റ് തന്നെ നൽകണമെന്ന് കൗണ്ട് ഹോട്ടൽ ഉടമയ്ക്ക് കത്തെഴുതിയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചപ്പോൾ അയാൾ ഒന്നും മിണ്ടാതെ എന്റെ ജർമ്മൻ ഭാഷ മനസ്സിലാകാത്തതുപോലെ അഭിനയിച്ചു. ഇത് കള്ളമാണെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം അതുവരെ അയാൾക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ടായിരുന്നു. അയാളും ഭാര്യയും പേടിയോടെ പരസ്പരം നോക്കി. പണം കത്തിലയച്ചിരുന്നുവെന്നും അതിൽ കൂടുതലൊന്നും അറിയില്ലെന്നും അയാൾ പിറുപിറുത്തു. കൗണ്ട് ഡ്രാക്കുളയെ അറിയാമോ എന്നും കോട്ടയെക്കുറിച്ച് എന്തെങ്കിലും പറയാമോ എന്നും ഞാൻ ചോദിച്ചപ്പോൾ അവർ രണ്ടുപേരും കുരിശു വരയ്ക്കുകയും ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. വണ്ടി പുറപ്പെടാറായതുകൊണ്ട് മറ്റാരോടും ചോദിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഇതെല്ലാം വളരെ നിഗൂഢവും അസ്വസ്ഥതയുണ്ടാക്കുന്നതുമായിരുന്നു. ഞാൻ പോകാനിറങ്ങിയപ്പോൾ ആ പ്രായമായ സ്ത്രീ എന്റെ മുറിയിലേക്ക് വന്ന് പരിഭ്രാന്തിയോടെ ചോദിച്ചു, അങ്ങ് പോകണോ? ചെറുപ്പക്കാരാ, അങ്ങ് പോയേ തീരുമോ? അവർ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവർക്കറിയാവുന്ന ജർമ്മൻ ഭാഷ പോലും അവർ മറന്നുപോകുകയും മറ്റേതോ ഭാഷയുമായി അത് കൂടിക്കലരുകയും ചെയ്തു. ഞാൻ നിർബന്ധമായും പോയേ തീരൂ എന്നും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാണ് പോകുന്നതെന്നും പറഞ്ഞപ്പോൾ അവർ വീണ്ടും ചോദിച്ചു, ഇന്ന് ഏത് ദിവസമാണെന്ന് അങ്ങയ്ക്കറിയാമോ? മെയ് 4-ാം തീയതിയാണെന്ന് ഞാൻ മറുപടി പറഞ്ഞു. അവർ തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു, അതെ എനിക്കറിയാം. പക്ഷെ ഇന്ന് വേറെ എന്ത് ദിവസമാണെന്നറിയാമോ? എനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ തുടർന്നു, ഇന്ന് വിശുദ്ധ ജോർജിന്റെ ദിനത്തിന് തൊട്ടു മുമ്പുള്ള രാത്രിയാണ്. ഇന്ന് അർദ്ധരാത്രിയാകുമ്പോൾ ലോകത്തിലെ എല്ലാ ദുഷ്ടശക്തികൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് അങ്ങയ്ക്കറിയില്ലേ? അങ്ങ് എവിടേക്കാണ് പോകുന്നതെന്നും ആരുടെ അടുത്തേക്കാണ് പോകുന്നതെന്നും അറിയാമോ? അവർ വളരെ വിഷമത്തിലായിരുന്നു. ഞാൻ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഒടുവിൽ അവർ എന്റെ കാലിൽ വീണു പോകരുതെന്ന് അപേക്ഷിച്ചു. കുറഞ്ഞത് 2 ദിവസമെങ്കിലും കാത്തിരിക്കാൻ പറഞ്ഞു. ഇതെല്ലാം വളരെ വിഡ്ഢിത്തമായി എനിക്ക് തോന്നിയെങ്കിലും എന്റെ മനസ്സ് അസ്വസ്ഥമായി. എങ്കിലും എനിക്ക് എന്റെ ജോലി ചെയ്തേ തീരൂ. ഞാൻ അവരെ എഴുന്നേൽപ്പിച്ചു. നന്ദി പറഞ്ഞുകൊണ്ട് പോകേണ്ടത് എന്റെ കടമയാണെന്നറിയിച്ചു. അവർ കണ്ണു തുടച്ചുകൊണ്ട് കഴുത്തിൽ കിടന്ന ഒരു കുരിശുമാല ഊരി എനിക്ക് നൽകി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു ഇംഗ്ലീഷ് ചർച്ച് വിശ്വാസി എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളെ വിഗ്രഹ ആരാധനയായാണ് ഞാൻ കാണുന്നത്. എങ്കിലും നല്ല ഉദ്ദേശത്തോടെ തരുന്ന ആ സ്ത്രീയെ നിരസിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. എന്റെ മുഖത്തെ സംശയം കണ്ടിട്ടാകണം അവർ ആ മാല എന്റെ കഴുത്തിലിട്ട് തന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ അമ്മയെ ഓർത്ത് ഇത് ധരിക്കൂ. ഞാൻ വണ്ടിക്കായി കാത്തിരിക്കുമ്പോഴാണ് ഡയറിയുടെ ഈ ഭാഗം എഴുതുന്നത്. വണ്ടി വൈകിയാണ് വരുന്നത്. ആ കുരിശുമാല ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട്. ആ സ്ത്രീയുടെ ഭയമാണോ അതോ ഇവിടുത്തെ പ്രേതകഥകളാണോ അതോ ഈ കുരിശുമാലയാണോ എന്നറിയില്ല. എന്റെ മനസ്സ് ശാന്തമല്ല. ഞാൻ എത്തുന്നതിനു മുൻപ് ഈ ഡയറിമിനയ്ക്ക് ലഭിക്കുകയാണെങ്കിൽ ഇത് എന്റെ വിടവാങ്ങലായി കരുതുക. ഇതാ വണ്ടി വരുന്നു. മെയ് 5 കോട്ട. പ്രഭാതത്തിന്റെ ചാരനിറം മാറി സൂര്യൻ ഉദിച്ചുയർന്നു. ദൂരെയുള്ള ചക്രവാളം മരങ്ങളാണോ കുന്നുകളാണോ എന്ന് തിരിച്ചറിയാനാവാത്ത വിധം കൂടിക്കലർന്നു കിടക്കുന്നു. എനിക്ക് ഉറക്കം വരുന്നില്ല. ഉണരുന്നതുവരെ ആരും എന്നെ വിളിക്കില്ല. അതുകൊണ്ട് ഉറക്കം വരുന്നതുവരെ എഴുതാം. ബിസ്ട്രിറ്റ്സ് വിടുന്നതിന് മുൻപ് ഞാൻ നന്നായി ആഹാരം കഴിച്ചു. റോബർ സ്റ്റേക്ക്, കള്ളന്റെ സ്റ്റേക്ക് എന്ന് വിളിക്കുന്ന കമ്പിയിൽ കോർത്ത് തീയിൽ ചുട്ടെടുത്ത ഇറച്ചിയും ഉള്ളിയും ചേർന്ന വിഭവമാണ് കഴിച്ചത്. ഗോൾഡൻ മീഡിയാഷ് എന്ന വീഞ്ഞും കുടിച്ചു. നാവിൽ ഒരുതരം തരിപ്പുണ്ടാക്കുന്നതായിരുന്നു അത്. ഞാൻ വണ്ടിയിൽ കയറിയപ്പോൾ ഡ്രൈവർ സീറ്റിലുണ്ടായിരുന്നില്ല. അവൻ ഹോട്ടൽ ഉടമയായ സ്ത്രീയോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അവർ എന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് വ്യക്തമായിരുന്നു. ഇടയ്ക്കിടെ അവർ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ബെഞ്ചിലിരുന്ന ആളുകളും വന്ന് കാര്യം കേട്ടിട്ട് സഹതാപത്തോടെ എന്നെ നോക്കി.
പല ഭാഷക്കാരായതുകൊണ്ട് അവർ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്റെ ഡിക്ഷണറി എടുത്തു നോക്കിയപ്പോൾ ആ വാക്കുകൾ ഒട്ടും ആശ്വാസം നൽകുന്നതായിരുന്നില്ല. ഓർട്ടോ, സാത്താൻ, പോക്കോൾ, നരകം, സ്ട്രിഗോയിക്ക, മന്ത്രവാദിനി, പ്രോലോഗ്, വാമ്പയർ അല്ലെങ്കിൽ രക്തരക്ഷസ് തുടങ്ങിയ വാക്കുകളാണ് അവർ പറഞ്ഞത്. ഓർമ്മക്കുറിപ്പ്: ഇതിനെക്കുറിച്ചെല്ലാം കൗണ്ടിനോട് ചോദിക്കണം. അവിടെ കൂടിയിരുന്ന എല്ലാവരും കുരിശു വരയ്ക്കുകയും എന്റെ നേരെ 2 വിരലുകൾ ചൂണ്ടുകയും ചെയ്തു. സഹയാത്രികനോട് ചോദിച്ചപ്പോൾ അത് കരിങ്കണ്ണ് അല്ലെങ്കിൽ ദൃഷ്ടിദോഷം ഏൽക്കാതിരിക്കാനുള്ള ഒരു വഴിയാണെന്ന് പറഞ്ഞു. അപരിചിതമായ ഒരു സ്ഥലത്തേക്ക് അപരിചിതനായ ഒരാളെ കാണാൻ പോകുന്ന എനിക്ക് ഇത് ഒട്ടും സുഖകരമായി തോന്നിയില്ല. എങ്കിലും അവരുടെ സ്നേഹവും സങ്കടവും എന്നെ സ്പർശിച്ചു. ഹോട്ടലിന്റെ മുറ്റത്ത് പൂത്തുനിൽക്കുന്ന മരങ്ങളുടെ പശ്ചാത്തലത്തിൽ കുരിശു വരച്ചുകൊണ്ട് നിൽക്കുന്ന ആ ജനക്കൂട്ടത്തെ ഞാൻ ഒരിക്കലും മറക്കില്ല. വണ്ടിക്കാരൻ തന്റെ ചാട്ടവാർ വീശിയപ്പോൾ 4 കുതിരകൾ കുതിച്ചു പാഞ്ഞു. ഞങ്ങൾ യാത്ര തുടങ്ങി. മനോഹരമായ കാഴ്ചകൾ കണ്ടപ്പോൾ എന്റെ മനസ്സിലെ പേടി കുറഞ്ഞു. എന്റെ സഹയാത്രികർ സംസാരിക്കുന്ന ഭാഷ എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും ഭയപ്പെട്ടേനെ. പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും കാടുകളും ഞങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നു. പലതരം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മരങ്ങൾ വഴിയരികിൽ കണ്ടു. റോഡ് മോശമായിരുന്നെങ്കിലും ഞങ്ങൾ വളരെ വേഗത്തിലാണ് പോയിരുന്നത്. ബോർഗോ പ്രുണ്ടിൽ എത്രയും വേഗം എത്താനാണ് ഡ്രൈവർ ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നി. പഴയ കാലത്ത് തുർക്കികൾ ആക്രമിക്കാൻ വരുമ്പോൾ വേഗത്തിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് റോഡുകൾ നന്നാക്കാത്തതെന്ന് ആരോ പറഞ്ഞു. മുന്നോട്ടു പോകുന്തോറും കാർപ്പാത്തിയൻ മലനിരകളുടെ വലിയ കയറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഉച്ചവെയിലിൽ മലനിരകൾ നീലയും പച്ചയും തവിട്ടും നിറങ്ങളിൽ മനോഹരമായി തിളങ്ങി. ദൂരെ മഞ്ഞുമൂടിയ കൊടുമുടികൾ കണ്ടു. മലയിടുക്കുകളിലൂടെ വെള്ളച്ചാട്ടങ്ങൾ ഒഴുകിയിറങ്ങുന്നത് കാണാമായിരുന്നു. ഒരു മലയുടെ അടിവാരത്തിലൂടെ വളഞ്ഞു തിരിഞ്ഞു പോകുമ്പോൾ എന്റെ സഹയാത്രികരിൽ ഒരാൾ എന്നെ തൊട്ടുവിളിച്ചു. മുന്നോട്ട് ചൂണ്ടി പറഞ്ഞു, "നോക്കൂ, ഇസ്റ്റൻസെക്, ദൈവത്തിന്റെ ഇരിപ്പിടം." അയാൾ ഭക്തിയോടെ കുരിശു വരച്ചു. സൂര്യൻ താഴ്ന്നു തുടങ്ങിയപ്പോൾ ഇരുട്ട് പരക്കാൻ തുടങ്ങി. മഞ്ഞുമൂടിയ മലമുകളിൽ അപ്പോഴും സൂര്യപ്രകാശം തട്ടി പിങ്ക് നിറത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. വഴിയരികിൽ പലയിടത്തും കുരിശുകൾ കണ്ടു. അപ്പോഴെല്ലാം കൂടെയുള്ളവർ കുരിശു വരച്ചു. ചിലർ പ്രാർത്ഥനയിൽ മുഴുകി മുട്ടുകുത്തി നിൽക്കുന്നുണ്ടായിരുന്നു. വണ്ടി പോകുന്നത് പോലും അവർ അറിഞ്ഞില്ല. പല പുതിയ കാര്യങ്ങളും ഞാൻ കണ്ടു. മരങ്ങൾക്കിടയിലെ വൈക്കോൽ കൂനകളും വെള്ളി പോലെ തിളങ്ങുന്ന മരത്തടികളും എല്ലാം മനോഹരമായിരുന്നു. ജോലി കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങുന്ന കർഷകരുടെ വണ്ടികൾ ഇടയ്ക്കിടെ കടന്നുപോയി. സന്ധ്യയായപ്പോൾ തണുപ്പ് കൂടി വന്നു. ചുറ്റുമുള്ള വെളിച്ചം മങ്ങിത്തുടങ്ങി. ഞങ്ങൾ ബോർഗോ പാസിലേക്ക് കയറും തോറും ഇരുളടഞ്ഞ മൂടൽമഞ്ഞിനുള്ളിൽ ഓക്ക്, ബീച്ച്, പൈൻ മരങ്ങൾ മറഞ്ഞു നിന്നു. താഴ്വാരങ്ങളിൽ അവിടെയിവിടെയായി മരങ്ങൾക്കിടയിലൂടെ മഞ്ഞ് കാണാമായിരുന്നു. ചിലയിടങ്ങളിൽ ഇരുട്ടിൽ ഞങ്ങളെ വിഴുങ്ങാൻ വരുന്നത് പോലെ തോന്നിച്ച പൈൻ മരങ്ങൾക്കിടയിലൂടെയായിരുന്നു റോഡ്. മരങ്ങൾക്ക് മുകളിൽ പടർന്നു കിടക്കുന്ന ചാരനിറം വല്ലാത്തൊരു ഭയാനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. സന്ധ്യാസമയത്ത് അസ്തമയ സൂര്യന്റെ വെളിച്ചത്തിൽ കണ്ട പ്രേതതുല്യമായ മേഘങ്ങളെക്കുറിച്ചുള്ള പേടിപ്പെടുത്തുന്ന ചിന്തകൾ വീണ്ടും മനസ്സിലേക്ക് വന്നു. കാർപ്പാത്തിയൻ മലനിരകളിലെ താഴ്വാരങ്ങളിലൂടെ ഈ മേഘങ്ങൾ ഇടതടവില്ലാതെ ഒഴുകുന്നതായി തോന്നി. ചിലയിടങ്ങളിൽ കുന്നുകൾ വളരെ കുത്തനെയുള്ളതായതിനാൽ ഡ്രൈവർ വേഗത്തിൽ പോകാൻ ശ്രമിച്ചിട്ടും കുതിരകൾക്ക് മെല്ലെ പോകാനേ കഴിഞ്ഞുള്ളൂ. നാട്ടിലെ പോലെ വണ്ടിയിൽ നിന്നിറങ്ങി നടന്നു കയറാം എന്ന് ഞാൻ കരുതി. എന്നാൽ ഡ്രൈവർ അത് സമ്മതിച്ചില്ല. "വേണ്ട വേണ്ട," അവൻ പറഞ്ഞു. "ഇവിടെ നടക്കാൻ പാടില്ല. നായ്ക്കൾ വലിയ അപകടകാരികളാണ്." എന്നിട്ട് ഒരു ഭീകരമായ ചിരിയോടെ അവൻ കൂട്ടിച്ചേർത്തു, "ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഇത്തരം കാര്യങ്ങൾ ഇനിയും കാണാനുണ്ട്." വിളക്ക് കത്തിക്കാൻ മാത്രമാണ് അവൻ വണ്ടി നിർത്തിയത്. ഇരുട്ട് പരന്നപ്പോൾ യാത്രക്കാർക്കിടയിൽ എന്തോ ഒരു അലസത പടർന്നു. അവർ ഡ്രൈവറോട് വേഗത്തിൽ പോകാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അവൻ തന്റെ നീളൻ ചാട്ടവാർ കൊണ്ട് കുതിരകളെ അടിക്കുകയും ഒച്ചവെച്ച് അവയെ ഓടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഇരുട്ടിൽ മുന്നിലായി ഒരു ചാരനിറത്തിലുള്ള വെളിച്ചം കണ്ടു. മലകൾക്കിടയിലുള്ള ഒരു വിടവ് പോലെയായിരുന്നു അത്. യാത്രക്കാരുടെ ആകാംക്ഷ കൂടി വന്നു. വണ്ടി വല്ലാതെ ഉലയാൻ തുടങ്ങി. എനിക്ക് വണ്ടിയിൽ മുറുകെ പിടിക്കേണ്ടി വന്നു. റോഡ് നിരപ്പായപ്പോൾ ഞങ്ങൾ പറക്കുകയാണെന്ന് തോന്നി. ഇരുവശത്തുമുള്ള മലകൾ ഞങ്ങളെ നോക്കി പേടിപ്പെടുത്തുന്നത് പോലെ അടുത്തു വന്നു. ഞങ്ങൾ ബോർഗോ പാസിലേക്ക് കടക്കുകയായിരുന്നു. യാത്രക്കാർ ഓരോരുത്തരായി എനിക്ക് സമ്മാനങ്ങൾ തരാൻ തുടങ്ങി. നിരസിക്കാൻ കഴിയാത്ത വിധം അവർ നിർബന്ധിച്ചു. വിചിത്രമായ സമ്മാനങ്ങളായിരുന്നു അവയെങ്കിലും നല്ല മനസ്സോടെയും പ്രാർത്ഥനയോടെയുമാണ് അവർ അത് തന്നത്. ബിസ്റ്റിറ്റ്സിലെ ഹോട്ടലിന് മുന്നിൽ കണ്ടതുപോലെ അവർ കുരിശു വരയ്ക്കുകയും കരിങ്കണ്ണ് തട്ടാതിരിക്കാനുള്ള അടയാളങ്ങൾ കാണിക്കുകയും ചെയ്തു. വണ്ടി വേഗത്തിൽ പോകുമ്പോൾ ഡ്രൈവറും യാത്രക്കാരും ഇരുട്ടിലേക്ക് ആകാംക്ഷയോടെ നോക്കി. എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു. എന്നാൽ ചോദിച്ചിട്ടും ആരുമൊന്നും പറഞ്ഞില്ല. ഈ ആകാംക്ഷ കുറച്ചുനേരം നീണ്ടുനിന്നു. ഒടുവിൽ പാസിന്റെ കിഴക്ക് ഭാഗം തുറന്നു വരുന്നതായി കണ്ടു. മുകളിൽ കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു. ഇടിമുഴക്കത്തിന്റെ അന്തരീക്ഷം.
മലനിരകൾ രണ്ട് വ്യത്യസ്ത അന്തരീക്ഷങ്ങളെ വേർതിരിക്കുന്നത് പോലെ തോന്നി. ഇപ്പോൾ ഞങ്ങൾ ഇടിമുഴക്കമുള്ള ഭാഗത്തേക്ക് കടന്നിരിക്കുന്നു. എന്നെ കൊണ്ടുപോകാൻ വരുന്ന വണ്ടിയെ ഞാൻ നോക്കിയിരുന്നു. ഇരുട്ടിൽ വിളക്കുകൾ തെളിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ ഒന്നും കണ്ടില്ല. ഞങ്ങളുടെ വണ്ടിയിലെ വിളക്കുകൾ മാത്രം മിന്നിത്തെളിഞ്ഞു. കുതിരകളുടെ ശ്വാസം ഒരു വെളുത്ത മേഘം പോലെ പൊങ്ങുന്നുണ്ടായിരുന്നു. മുന്നിലെ മണൽ നിറഞ്ഞ റോഡ് വ്യക്തമായി കാണാമായിരുന്നു, പക്ഷെ ഒരു വണ്ടിയും അവിടെ ഉണ്ടായിരുന്നില്ല. യാത്രക്കാർ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. അത് എന്റെ നിരാശയെ പരിഹസിക്കുന്നത് പോലെ തോന്നി. എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഡ്രൈവർ വാച്ചിൽ നോക്കി മറ്റുള്ളവരോട് എന്തോ പറഞ്ഞു. സമയം ഇനിയും 1 മണിക്കൂർ ബാക്കിയുണ്ട് എന്നാണെന്ന് എനിക്ക് തോന്നി. പിന്നെ അവൻ മോശം ജർമ്മനിൽ എന്നോട് പറഞ്ഞു, ഇവിടെ വണ്ടിയില്ല. പ്രഭു താങ്കളെ പ്രതീക്ഷിക്കുന്നില്ലെന്ന് തോന്നുന്നു. താങ്കൾക്ക് ബുക്കോവിനയിലേക്ക് വരാം. നാളെയോ മറ്റന്നാളോ മടങ്ങാം. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുതിരകൾ പെട്ടെന്ന് ചിനയ്ക്കാനും കുതറാനും തുടങ്ങി. യാത്രക്കാർ പേടിയോടെ നിലവിളിക്കുകയും കുരിശു വരയ്ക്കുകയും ചെയ്തു. അപ്പോൾ 4 കുതിരകളെ പൂട്ടിയ ഒരു വണ്ടി ഞങ്ങളുടെ പിന്നാലെ വന്ന് ഒപ്പം നിർത്തി. കറുത്തിരുണ്ട മനോഹരമായ കുതിരകളായിരുന്നു അവ. നീളൻ തവിട്ടുനിറമുള്ള താടിയും വലിയ തൊപ്പിയും വെച്ച ഉയരമുള്ള ഒരാളാണ് വണ്ടി ഓടിച്ചിരുന്നത്. തൊപ്പി കാരണം മുഖം വ്യക്തമായിരുന്നില്ല. വിളക്കിന്റെ വെളിച്ചത്തിൽ അയാളുടെ കണ്ണുകൾ ചുവന്നു തിളങ്ങുന്നത് മാത്രം കണ്ടു. അയാൾ ഡ്രൈവറോട് പറഞ്ഞു, ഇന്ന് നേരത്തെയാണല്ലോ സുഹൃത്തെ. ഡ്രൈവർ വിക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു. ഇംഗ്ലീഷ് പ്രഭുവിന് ധൃതിയായിരുന്നു. അപരിചിതൻ മറുപടി പറഞ്ഞു, അതുകൊണ്ടായിരിക്കും താങ്കൾ അദ്ദേഹത്തെ ബുക്കോവിനയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത്. എന്നെ പറ്റിക്കാൻ കഴിയില്ല സുഹൃത്തെ. എനിക്കെല്ലാം അറിയാം. എന്റെ കുതിരകൾക്ക് നല്ല വേഗതയുമാണ്. അയാൾ ചിരിച്ചപ്പോൾ വിളക്കിന്റെ വെളിച്ചത്തിൽ ആനക്കൊമ്പ് പോലെ വെളുത്ത പല്ലുകളും ചുവന്ന ചുണ്ടുകളും കണ്ടു. സഹയാത്രികരിൽ ഒരാൾ ബർഗറുടെ ലെനോർ എന്ന കവിതയിലെ വരികൾ മന്ത്രിച്ചു. മരിച്ചവർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. വിചിത്രനായ ഡ്രൈവർ അത് കേട്ടു എന്ന് വ്യക്തമായിരുന്നു. അയാൾ ഒരു ചിരിയോടെ നോക്കി. ആ യാത്രക്കാരൻ മുഖം തിരിച്ച് വിരലുകൾ കൊണ്ട് കുരിശടയാളം കാണിച്ചു. സാഹിബിന്റെ ലഗേജ് തരൂ, ഡ്രൈവർ പറഞ്ഞു. വളരെ വേഗത്തിൽ എന്റെ ബാഗുകൾ ആ വണ്ടിയിലേക്ക് മാറ്റി. ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ ഉരുക്കുപോലെയുള്ള കൈകൾ കൊണ്ട് അയാൾ എന്നെ പിടിച്ചു കയറ്റി. അയാൾക്ക് അപാരമായ ശക്തിയുണ്ടായിരുന്നു. ഒന്നും മിണ്ടാതെ അയാൾ കടിഞ്ഞാൻ കുലുക്കി. കുതിരകൾ തിരിഞ്ഞ് ഇരുട്ടിലേക്ക് പാഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോൾ സഹയാത്രികർ കുരിശു വരയ്ക്കുന്നത് കണ്ടു. പിന്നെ ആ ഡ്രൈവർ ചാട്ടവാർ വീശി ബുക്കോവിനയിലേക്ക് പോയി. ഇരുട്ടിലേക്ക് മറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു തണുപ്പും ഏകാന്തതയും അനുഭവപ്പെട്ടു. എന്നാൽ ഡ്രൈവർ എനിക്ക് പുതയ്ക്കാൻ ഒരു കമ്പിളി തന്നു. രാത്രിക്ക് നല്ല തണുപ്പുണ്ട്. താങ്കളെ നന്നായി നോക്കാൻ പ്രഭു പറഞ്ഞിട്ടുണ്ട്. സീറ്റിനടിയിൽ സ്ലിവോവിറ്റ്സ് ഒരുതരം മദ്യം ഇരിപ്പുണ്ട്. വേണമെങ്കിൽ എടുക്കാം, അയാൾ നല്ല ജർമ്മനിൽ പറഞ്ഞു. ഞാൻ അതെടുത്തില്ലെങ്കിലും അവിടെ ഉണ്ടെന്നത് ഒരു ആശ്വാസമായിരുന്നു. എനിക്ക് വല്ലാത്ത പേടി തോന്നി. വേറെ വഴിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ യാത്ര ഒഴിവാക്കുമായിരുന്നു. വണ്ടി നേരെ പാഞ്ഞുപോയി. പിന്നെ പൂർണ്ണമായും തിരിഞ്ഞ് മറ്റൊരു വഴിയിലൂടെ പോയി. ഒരേ സ്ഥലത്തു കൂടി തന്നെയാണ് പോകുന്നതെന്ന് എനിക്ക് സംശയം തോന്നി. ശ്രദ്ധിച്ചപ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലായി. ഡ്രൈവറോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പേടി കാരണം ചോദിച്ചില്ല. സമയമറിയാൻ ഞാൻ തീപ്പെട്ടി ഉരച്ച് വാച്ചിൽ നോക്കി. അർദ്ധരാത്രിയാകാറായിരിക്കുന്നു. അർദ്ധരാത്രിയെക്കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങളും ഇപ്പോഴത്തെ അനുഭവങ്ങളും ചേർന്ന് എനിക്ക് വല്ലാത്ത ഭയം തോന്നി. അപ്പോൾ ദൂരെ എവിടെയോ ഒരു പട്ടി ഓരിയിടാൻ തുടങ്ങി. അത് ഭയം നിറഞ്ഞ ഒരു വിലാപം പോലെയായിരുന്നു. പിന്നെ വേറെ പട്ടികളും അത് ഏറ്റുപിടിച്ചു. കാറ്റ് വീശിയപ്പോൾ നാട് മുഴുവൻ നായ്ക്കൾ ഓരിയിടുന്നത് പോലെ തോന്നി. കുതിരകൾ വിറയ്ക്കാനും കുതറാനും തുടങ്ങി. ഡ്രൈവർ അവയെ ശാന്തമാക്കി. പിന്നെ മലനിരകളിൽ നിന്ന് ചെന്നായ്ക്കളുടെ ഓരിയിടൽ കേട്ടു തുടങ്ങി. അത് കൂടുതൽ ഉച്ചത്തിലും ഭീകരവുമായിരുന്നു. കുതിരകളെ പോലെ എനിക്കും ഭയം തോന്നി. വണ്ടിയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടാലോ എന്ന് ഞാൻ ചിന്തിച്ചു. കുതിരകൾ നിയന്ത്രണം വിട്ടപ്പോൾ ഡ്രൈവർക്ക് വലിയ പാടുപെടേണ്ടി വന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുതിരകൾ ശാന്തമായി. ഡ്രൈവർ ഇറങ്ങിച്ചെന്ന് അവയെ തടവി ആശ്വസിപ്പിച്ചു. എന്തോ ചെവിയിൽ മന്ത്രിച്ചപ്പോൾ അവ പൂർണ്ണമായും ശാന്തമായി. ഡ്രൈവർ വീണ്ടും വണ്ടിയെടുത്ത് വലിയ വേഗത്തിൽ പോയി. ഇത്തവണ പാസിന്റെ അങ്ങേ അറ്റത്തെത്തിയപ്പോൾ പെട്ടെന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഒരു ഇടുങ്ങിയ വഴിയിലേക്ക് കയറി. മരങ്ങൾ തിങ്ങി നിറഞ്ഞ ആ വഴി ഒരു തുരങ്കം പോലെയായിരുന്നു. ഇരുവശത്തും വലിയ പാറക്കെട്ടുകൾ. കാറ്റ് മരച്ചില്ലകളെ കൂട്ടിയിടിപ്പിച്ചു. തണുപ്പ് കൂടി വന്നു. മഞ്ഞ് വീഴാൻ തുടങ്ങി. ചുറ്റും വെള്ളപ്പുതപ്പ് വിരിച്ചതുപോലെയായി. നായ്ക്കളുടെ ഓരിയിടൽ കുറഞ്ഞു. പക്ഷേ ചെന്നായ്ക്കളുടെ ശബ്ദം അടുത്തു വരുന്നത് പോലെ തോന്നി. അവ ഞങ്ങളെ വളയുകയാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് വലിയ ഭയം തോന്നി, കുതിരകൾക്കും. എന്നാൽ ഡ്രൈവർക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇടത് ഭാഗത്ത് ഒരു നീല വെളിച്ചം മിന്നുന്നത് കണ്ടു. ഡ്രൈവറും അത് കണ്ടു. അയാൾ വണ്ടി നിർത്തി ഇരുട്ടിലേക്ക് പോയി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ചെന്നായ്ക്കളുടെ ശബ്ദം അടുത്തടുത്ത് വന്നു. ഡ്രൈവർ പെട്ടെന്ന് തിരിച്ചു വന്ന് വണ്ടി എടുത്തു പോയി. ഞാൻ ഉറങ്ങിപ്പോയതാണോ എന്നറിയില്ല. ഈ സംഭവം പലതവണ ആവർത്തിക്കുന്നത് പോലെ തോന്നി. നീല വെളിച്ചം റോഡിനടുത്ത് കണ്ടപ്പോൾ ഞാൻ ഡ്രൈവറെ ശ്രദ്ധിച്ചു.
അയാൾ ആ വെളിച്ചത്തിനടുത്തേക്ക് പോയി കല്ലുകൾ കൊണ്ട് എന്തോ അടയാളമുണ്ടാക്കി. ഒരിക്കൽ അയാൾ വെളിച്ചത്തിന് മുന്നിൽ നിന്നപ്പോൾ അയാളുടെ ശരീരത്തിലൂടെ വെളിച്ചം കാണാമായിരുന്നു. ഇത് എന്നെ ഞെട്ടിച്ചു. പക്ഷേ എന്റെ കണ്ണിന്റെ കുഴപ്പമാണെന്ന് ഞാൻ കരുതി. പിന്നെ നീല വെളിച്ചം കണ്ടില്ല. ചെന്നായ്ക്കൾ ഞങ്ങളെ വട്ടം ചുറ്റുന്നത് പോലെ തോന്നി. ഒരിക്കൽ ഡ്രൈവർ കുറച്ചധികം ദൂരേക്ക് പോയി. അപ്പോൾ കുതിരകൾ വല്ലാതെ വിറയ്ക്കാനും കരയാനും തുടങ്ങി. ചെന്നായ്ക്കളുടെ ശബ്ദം നിലച്ചിരുന്നു. അപ്പോൾ കറുത്ത മേഘങ്ങൾക്കിടയിലൂടെ ചന്ദ്രൻ പുറത്തു വന്നു. ആ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് ചുറ്റും ചെന്നായ്ക്കളുടെ ഒരു വലയം ഞാൻ കണ്ടു. വെളുത്ത പല്ലുകളും ചുവന്ന നാക്കുകളുമായി അവ നിൽക്കുന്നു. ഓരിയിടുന്നതിനേക്കാൾ ഭയാനകമായിരുന്നു അവയുടെ നിശബ്ദത. എനിക്ക് അനങ്ങാൻ പോലും കഴിയാത്തത്ര ഭയം തോന്നി. പെട്ടെന്ന് ചന്ദ്രവെളിച്ചം തട്ടിയപ്പോൾ ചെന്നായ്ക്കൾ ഓരിയിടാൻ തുടങ്ങി. കുതിരകൾ ഭയന്ന് വിറച്ചു. ചെന്നായ്ക്കൾ അവയെ വളഞ്ഞിരിക്കുകയായിരുന്നു. ഡ്രൈവറെ വിളിക്കാൻ ഞാൻ തീരുമാനിച്ചു. വണ്ടിയിലടിച്ച് ശബ്ദമുണ്ടാക്കി ചെന്നായ്ക്കളെ ഓടിക്കാൻ ഞാൻ ശ്രമിച്ചു. ഡ്രൈവർ എങ്ങനെ അവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് അയാളുടെ ശബ്ദം കേട്ടു. അയാൾ റോഡിൽ നിന്ന് കൈകൾ വീശിയപ്പോൾ ചെന്നായ്ക്കൾ പിന്നോട്ടു മാറി. അപ്പോൾ മേഘം ചന്ദ്രനെ മറച്ചു. വീണ്ടും ഇരുട്ടായി. വെളിച്ചം വന്നപ്പോൾ ഡ്രൈവർ വണ്ടിയിൽ കയറുന്നതാണ് കണ്ടത്. ചെന്നായ്ക്കൾ അപ്രത്യക്ഷമായിരുന്നു. ഇതെല്ലാം കണ്ട് എനിക്ക് വല്ലാത്ത ഭയം തോന്നി. കുറെ സമയം കടന്നുപോയി. ഞങ്ങൾ കയറ്റം കയറിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഡ്രൈവർ ഒരു വലിയ പഴയ കോട്ടയുടെ മുറ്റത്ത് വണ്ടി നിർത്തി. അവിടെ വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. തകർന്ന മതിലുകൾ ചന്ദ്രവെളിച്ചത്തിൽ കണ്ടു.